ഈ ട്രാവൽ എല്ലാം എടുത്തു മാറ്റോ? എടാ ഫുഡ് ഉണ്ടോ ഇന്ന് കഴിക്കാൻ? ആ ശരിയാലേ. മുട്ട വിഴുങ്ങി എടുക്കുന്നുണ്ട്. ബാ എങ്ങനെയാ ദംസൽ ആർട്സ് കളിക്കാൻ പോയാ? ദംസൽ ആർട്സ് കളിക്കാൻ പോയതാ. ഇതും എന്നെ നോ പറഞ്ഞ എന്റെ സ്വഭാവം പറയാൻ കാര്യം പറയില്ല. BGMA അതാ BGMA ഓജോ ബോർഡാ. ഓജോ ബോർഡ്. ഓ എടാ ഇത് ശരിയാ. ഞാനൊരു കാര്യം പറയാം, അടുത്ത ലൈവ് നമുക്ക് ഓജോ ബോർഡ് കളിക്കാട്ടോ. സെറ്റാക്കോ? ഓജോ ബോർഡ് സെറ്റാക്കോ? ബോർഡ് സെറ്റാക്കോ? എടാ ഞാനൊരു കാര്യം പറ്റേ, ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ കറക്റ്റ് രാത്രിയായ നമുക്ക് എല്ലാരും നമ്മൾ ഓജോ ബോർഡ് ലൈഫാണ്. പാതിരാത്രി ആയി കഴിഞ്ഞാൽ ഇവിടെ ഒരു പേടിപ്പെടുത്തുന്ന അന്തരീക്ഷമാണ്. ഞാൻ കാര്യം പറയാല. തൊട്ടപ്പുറത്ത് സർപ്പക്കാവ്, ചുറ്റും കാട്. ഒരു വീടുണ്ട് അപ്പുറത്ത്, റൈറ്റ് സൈഡിലായിട്ട് ഒരു വീടുണ്ട്, കുറച്ച് വിട്ടിട്ട്, കുറച്ച് അങ്ങോട്ടായിട്ട് ആയിട്ട്. ബാക്കി ചുറ്റും മൊത്തം ഒരു പ്രേതാലയം മൂടാവനെ. അടുത്ത ലൈവ് നമുക്ക് ഓജോ ബോർഡിൽ സെറ്റ്, ബോർഡും മറ്റേ സാധനം സെറ്റാക്കിയിട്ട് ഓജോ ബോർഡ് കളിക്കാം കേട്ടോ. ഓർമ്മിക്കടാ, നൈറ്റ് കളിക്കണം. പാതിരാത്രി ലൈവ് ഇടണം. ഇച്ചക്കൊട്ടാരോ? എടാ സിനിമേന്റെ പേരോ? ചാറ്റ് ഓഫ് ആക്കിയാലോ? എല്ലാം പറയൂലേ? ട്രൂത്ത് ഓർ ഡെയർ വേണ്ട, അതിൽ പെണ്ണുങ്ങൾ കളിക്കുന്ന ഗെയിമാ. അയ്യേ ഓ, ഞാൻ ഒരു സ്ഥലത്ത് പോയിട്ട് എന്നെ കൊണ്ട് ട്രൂത്ത് ഓർ ഡെയർ കളിപ്പിച്ചടാ. ഞാൻ ഒരു ബിസിനസ് മീറ്റിങ്ങിന് പോയതാ. 2-3 പെമ്പിള്ളേരിലുണ്ടായി. എന്നിട്ട് ഇവന്മാർ ട്രൂത്ത് ഓർ ഡെയർ എന്നും പറഞ്ഞിട്ട് കളി തുടങ്ങിയിട്ട് ഉമ്മ വെക്കല്. ആ ഡെയർ എന്താ ഉമ്മ വെക്കല്. എന്നിട്ടൊരു പെണ്ണെന്നെ മുത്തം വെച്ച് അതിൻ്റെ മോള്. ഇത് പെണ്ണുങ്ങൾ കളിക്കുന്ന ഗെയിമാണ് ട്രൂത്ത് ഓർ ഡെയർ. നല്ല ആറാമാണ്, കാര്യം പറയാലോ. ബാ ബാ എടാ ട്രൂത്ത് ഓർ ഡെയർ എന്തിനാ എനിക്ക്? ട്രൂത്ത് ഓർ ഡെയർ ഞാൻ ഗേ ഗെയിമാ ബ്രോ. എനിക്ക് ഇഷ്ടമല്ല അത്. നമുക്ക് ഡംസൽ ആർട്സ് കളിക്കാം. ഓക്കെ, ഓരോരാളായിട്ട് ഇവിടെ നിന്നിട്ട് ആക്ഷൻ കാണിക്കും. അപ്പൊ ചാറ്റ് പറയണം. ഓക്കെ, ചാറ്റ് പറയണം. ഏതാ മൂവിന്ന് ചാറ്റ് പറയണം. ഓക്കെ, അതോ ടീമാകുന്നോ? എങ്ങനെയാ? ടീമാകുന്നോ? രണ്ട് ടീമാകും. ഓക്കെ, 2 ടീം. ആരല്ല ടീം ആരാ? ഓക്കെ, ഞാൻ വിളിക്കാം. ഞാനും സമീറും ടീം വിളിക്കാം. ഓക്കെ, ഞാനും സമീറും ടീം വിളിക്കാം. ഞാൻ വക്കീലിനെ വിളിച്ചു. ഓക്കെ, ഞാനും വക്കീല്, നീ ജാസിനെ വിളിച്ചു. ഞാന് അതിൽ വേണം, റാംബോനെ വേണം. റാംബോനെ വിളിച്ചു. നിങ്ങൾ അതിൽ എടാ നമ്മൾ 7 ആളേ ഉള്ളൂ. അയ്യോ ഒരു മണ്ടനുണ്ട്, അവൻ പോയി. മുന്നില്ല. അപ്പൊ ഞാൻ പറയുന്ന ഒരാള് ജഡ്ജായിട്ട് നിൽക്കേണ്ടി വരും. ടീം എമോങ്ങസ് അടി. എടാ മുത്തേ, എമോങ്ങസ് നല്ല എടാ. ഇതെല്ലാം ഓർമ്മിപ്പിക്കണം കേട്ടോ. അടുത്ത ലൈവ് വരുമ്പോ ഓർമ്മിപ്പിക്കണേ. അടുത്ത എല്ലാരും എമോങ്ങസ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് നോക്കട്ടോ. എമോങ്ങസ് അറിയില്ല? ഒരാള് കള്ളായിട്ട് എല്ലാരും ഇമ്പോസ്റ്റർ ആണ്. ഹൈഡ് ആൻഡ് സീക്ക് കളിക്കണമെങ്കിൽ ഒരു ദിവസം നമുക്ക് എടാ കൊറേ എന്റെ മോനെ നമ്മൾ ഓൺലൈൻ ഗെയിമുകൾ വിടുമ്പാല് നമ്മൾ ഓർക്കുന്ന കുറേ ഓഫ്ലൈൻ ഗെയിമുകൾ ഉണ്ടാ. ഇങ്ങനെ ട്രൂത്ത് ഓർ ഡെയർ, ഇത് മറ്റേ ഹൈഡ് ആൻഡ് സീക്ക് എല്ലാം ക്യാമറ IRL സ്വിച്ച് ചെയ്യണം. IRL ക്യാമറ വെച്ചിട്ട് വേണം ചെയ്യാൻ. അല്ല എല്ലായിടത്തും ഓടണം അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പൊ സംശയാർട്സ് ബാ പെട്ടെന്ന് എങ്ങനെയാന്ന് പറ. ആദ്യം ഒരാൾ കാണിക്ക്. നീ കാണിക്ക്. ഓക്കെ, നീ കാണിക്ക്. ക്യാമറയിലേക്ക് നോക്കിട്ട് കാണിക്കണം. നിങ്ങൾ ആദ്യം കാണിക്കണം. അല്ലല്ല, ആദ്യം ഒരാള് പിന്നെ ഒരാളാണോ? എല്ലാരും ഒരുമിച്ച് എങ്ങനെ ആക്ഷൻ കാണിക്കും? മണ്ടറാ നീ. ഓൻ ആവശ്യമില്ല. നീ നിന്റെ മൈൻഡിലൊരു സിനിമ പേര് ഓർക്കുക, എന്നിട്ട് നീ കാണിക്കുക. നമ്മളൊരു സിനിമേന്റെ പേര് ഷമീറിന് പറഞ്ഞു കൊടുക്കും. അതായത് ഓൻ വേറെ ടീം, നമ്മൾ വേറെ ടീം. നമ്മളൊരു പേര് ഇത് വേറെ ടീം, അവന്റെ ടീം കണ്ടുപിടിക്കും. ഓക്കെ, നമ്മളൊരു ടീം. ഇങ്ങനെ കാണിക്കും.
നമ്മൾ ഷമീറിനെ വിളിക്കും, എന്നിട്ട് ഷമീറിന്റെ കാതിൽ ഒരു സിനിമയുടെ പേര് പറയാം, അത് അവന്റെ ടീമിലുള്ളവർ കണ്ടെത്തണം. എങ്കിലേ ഓക്കെ, അപ്പൊ ചാറ്റ് അറിയണ്ടേ? നീ ടീമിലെന്നില്ല. അമ്മ ഇവനേത് ടീമാ? ഇതിനെ വെറുതെ നമ്മളെ കൂടെ കൂട്ടി ഉപകാരമൊന്നുമില്ല, എന്നാലും വെറുതെ ഫസ്റ്റ് പേര് എനിക്ക് കിട്ടി. 1 vs all. ആ 1 vs all കളിക്കാം, അതല്ല നല്ലത്. ടീം വേണ്ട, ടീം ആകുമ്പോ ഒരുമാതിരി 1 vs all. അതായത് ഒരാളെ ടീമാ, അതായത് ഒറ്റക്കാ. നീ വന്നിട്ട് ഇങ്ങനെ ആ സാധനം കാണിക്കണം, ആക്ഷൻ കാണിക്കണം, എന്നിട്ട് അത് എന്താന്ന് നമ്മളോ ചാറ്റോ പറയണം. നമുക്ക് കിട്ടുന്നില്ല ചാറ്റ് പറയണം. നമ്മൾ ചെയ്യാൻ പോയ കാര്യം അതാ നല്ലത്. നീ കാണിക്കും, അല്ലെങ്കിൽ ആരാദ്യം കാണിക്കുന്നത്? ജാസി കാണിക്കും. നമ്മളെ ടീമിൽ അഭിമാനം. നിങ്ങൾക്ക് അറിയാം ടീമില്ല, ഒറ്റക്കാ. ഓക്കെ, മമ്മു ഏതെങ്കിലും ഒരു സിനിമ പേര് നീ വിചാരിച്ചോ? ഏതാ പറയണ്ടല്ല. മൈൻഡിലില്ലേ? അത് അങ്ങോട്ട് നോക്കിട്ട് കാണിക്കും. നമ്മളും കാണും. എൻ്റെ ആരാ പറയാൻ നോക്കാം. അങ്ങനെ കളിക്കാം, ടീമായിട്ട് ഒരുമാതിരിയാ. ഓക്കെ, മമ്മു കാണിക്കും. മൈൻഡിലുണ്ടാ പേര്? സിനിമ പേര് മൈൻഡിലുണ്ടാ? അങ്ങനെ ചോദിക്കാൻ പറ്റുമോ? ഇല്ല, ആക്ഷൻ മാത്രമേ കാണിക്കാൻ പറ്റൂ. സിനിമയുമായി ബന്ധപ്പെട്ട ആക്ഷനാണ്. കൊറേ കണക്കല്ലേ, നീ കാണിക്ക്. മലയാളം മാത്രം. ഇല്ല, മലയാള സിനിമ മാത്രം. ഓക്കെ, വാ. അടുത്ത ടീം കളിക്കാം. അത് ഒറ്റക്ക് കളിച്ചു നോക്കട്ടെ. നമ്മൾ ഇതുവരെ ഈ സാധനം കളിച്ചില്ല, നമ്മൾ ആദ്യമായിട്ടല്ലേ കളിക്കുന്നത്. നീ ആദ്യം ഇവരുടെ ആക്ഷൻ കാണിക്കട്ടെ. ഇല്ല, മലയാളം മാത്രമേ പറയാൻ പറ്റൂ. ബായി ഓർക്കാൻ പറ്റില്ല, നീ വർത്താനം പറയാൻ പറ്റില്ല. കാണിക്ക് മുണ്ടാണിക്ക്. ആന, പുലിമുരുകൻ. അങ്ങനെ ചോദിക്കാൻ പറ്റൂല, പറയാനേ പറ്റൂ. കാണിക്കും, ഒന്നും കൂടി കാണിക്കും. നരസിംഹം. എടാ വായ തുറക്കാൻ പറ്റില്ല. എന്താ ഇവ കാണിക്കുന്നത്? കരടി. കാണിക്കട്ടെ. ഇല്ല, ഇത് പശുവാ. ഇത് ഇപ്പൊ പൊട്ട മാസാന്ന് തോന്നുന്നു. പശു, കാള, കുതിര, ഒട്ടകം, പോത്ത്, ജല്ലിക്കെട്ട്. 5 ചോദ്യം അങ്ങനൊന്നുമില്ല. ആടുജീവിതം. അമ്മ അതെന്തിനാ നീ അങ്ങനെ ആക്കിയ? ആടാ, ഇത്ര കാണിച്ചത് ആടാതിവൻ. ആടാണെങ്കിൽ മേന്നാക്കിയ പോരെ. ശരിയല്ലേ? അല്ല നിക്ക്, എടാ ഇതൊരു രസമില്ലല്ലോ. ഡാൻസ് ഒന്നും ഇന്നില്ല, ഇന്ന് മൂടില്ല ഡാൻസിനൊന്നും. ഡാൻസ് അല്ല പിന്നെ അതാ ചാറ്റ് ആട് പറഞ്ഞു കേട്ടാ. ചാറ്റിന് അറിയാടാ, ഒടിയൻ. നിനക്ക് ചാറ്റ് പറയുന്നത് അതെല്ലാം നോക്കട്ടെ. മ്യാവൂ, റിംഗ് മാസ്റ്റർ. ഓക്കെ, അടുത്ത ആള്. സിമ്പിളാണ്, എല്ലാവർക്കും പെട്ടെന്ന് കിട്ടും. ചാറ്റ് ഇങ്ങനെ വേണോ അതോ ടീമായിട്ട് വേണോ? ഇങ്ങനെ ഒറ്റ വേണോ ടീമായിട്ട് വേണോ? ചാറ്റ് പറഞ്ഞ പെട്ടെന്ന് പറ. നോക്ക്, പറ. ടീമാ കൂടുതലും ടീമാ പറയുന്നത്. എന്നാ ടീമായിട്ടാ. എന്നാ അപ്പുറത്തെ ടീം അപ്പുറത്ത് പോ. റാംബോ ഇപ്പുറത്തെ ടീം, മമ്മു അപ്പുറത്തെ ടീം.
എന്താ കാണിക്കുന്നത്? ആദിലാരുടെ ടീമാ. ഞാനും വക്കീലും റാംബോ ഒരു ടീം. ഓക്കെ, നിങ്ങൾ 4 ആളോ ഒരു ടീം. ഞാനാണ് ലീഡർ. ഓക്കെ ഓക്കെ. അല്ല അങ്ങോട്ട് അവിടെ എവിടെ ഇരിക്കണ്ട, അവിടെ എവിടെ ഇരിക്കണ്ട, അവിടെ എവിടെ ഇരിക്കണ്ട, അവിടെ 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 പറ. നിക്ക്. അല്ല ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്ന സാധനം ചാറ്റ് പറയണ്ടേ? വേണ്ടല്ലേ, ചാറ്റ് അറിയണ്ടല്ലേ? എങ്ങനെ ചാറ്റി പറയണ്ട. ഇവര് എന്താ പുതിയ കളിപ്പര് വക്കീലെ പേര് മാറ്റാൻ പറ്റുമോ? 65 ഏജ് നിഹാദ് കളിയാക്കും. ഗസറ്റിലാരും കൊടുത്തിട്ട് മാറ്റി വരും. പുതിയ കളിപ്പര്. ഓക്കെ ഓക്കെ ഓക്കെ. ടീം, നിങ്ങളെ ടീം അപ്പുറത്തോ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് ആരിലെ ടീം എനിക്ക് മനസ്സിലാവുന്നില്ല. വിളിച്ച് പറയാനേ. നമ്മള് 3 ആളോ ഒരു ടീം, നിങ്ങള് 4 ആളോ ഒരു ടീം. ഓക്കെ, അടി ഇരിക്കുന്ന അടിയാ. ഓക്കെ. അപ്പൊ എങ്ങനെയാ ഇതിന്റെ അനക്കിന്റെ റൂൾസ് കറക്റ്റ് മനസ്സിലാവുന്നില്ല. എനിക്ക് പേര് പറഞ്ഞുതരും. ഞാൻ എങ്ങനെയെങ്കിലും ആ ഇത് എന്റെ ടീമിനെ പറഞ്ഞ് ചാറ്റ് ഇങ്ങോട്ട് നോക്കി കാണിച്ചാൽ മതി. ടീം പറയണം. നിങ്ങൾ ചാറ്റ് നോക്കിയിട്ട് പറയാൻ പറ്റില്ല കേട്ടോ. നിങ്ങൾ അങ്ങോട്ടേക്കേ നോക്കാൻ പറ്റില്ല. നമ്മള് നോക്കും. നിങ്ങൾ നോക്കരുത്, ചാറ്റ് നോക്കരുത്. ഇവനെ നോക്കണം. നടന്മാരുടെ പേരൊക്കെ ചോദിക്കും. പണ്ടത്തെ പുതിയ അങ്ങനെ ചോദിച്ചു. ഓക്കെ ഓക്കെ. പടത്തിന്റെ പേര് നിക്ക്. നീ അവന്റെ ചെവി പറഞ്ഞു കൊടുക്ക്. മൈക്ക് എന്റെ നിക്ക്. കിട്ടിയാ? അല്ല ഏതാ? ഞാൻ അറിയണോ? നിക്ക്, മെല്ലെ പറ, മൈക്ക് ഉണ്ട്. ഓക്കെ 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 ഓക്കെ. ഗ്യാസിന്റെ ചുവട്ടിലെന്ത്? വേഗം കളി വേഗം കളിക്കാൻ പറയുന്ന. ഇല്ല, ജാസി നിങ്ങളോടാ പറയേണ്ടത്. അങ്ങനെ അറബിക്കടലും പി മാധവൻ നായരും. അറബിക്കഥ. ഇതെന്ത് ഈസിയാണ് പറഞ്ഞത്. എന്ത് ഈസിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതില്ലടാ, ഇത് ഭയങ്കര ഈസി. നീ പോയടാ പൊട്ട. നിന്നെ നമ്മളെ ടീമിൽ അങ്ങനെ വേഷം കെട്ടാൻ പറ്റില്ല. അത് റൂൾസിന് അഗൈൻസ്റ്റ്. വേഷം കെട്ടാൻ പറ്റില്ലോ. വേഷം കെട്ടാൻ പറ്റില്ലല്ലോ. വേഷം കെട്ടരുത്. ഇല്ല വേഷം കെട്ടരുത്. ചാറ്റ് പറ, വേഷം കെട്ടാൻ പറ്റോ? യെസ് ഓർണോ? വേഷം കെട്ടാൻ പറ്റില്ല. മാറ്റും. നീ മാറും. ചാറ്റ് പറ. എല്ലാന്ന് പറയുന്നത് ആയിരിക്കും. ബ്രോ നമ്മളോട് പറ. ഓക്കെ ഓക്കെ ഓക്കെ. ചാറ്റിനോട് പറയണോ? അതാ സംഭവം. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ നോക്കാൻ പാടില്ല. ഒരു ടീം നോക്കിയാൽ ടീം ഞാൻ നൈസായിട്ട് മൈക്കിൽ പോയിട്ട് പറഞ്ഞു വളങ്ങനെ മെല്ലെ പോയിട്ട് ഞാൻ ക്യാമറ പോയിട്ട് ഇങ്ങനെ പക്ഷെ ടീം അതിൽ ചാറ്റ് നോക്കിയാൽ അവർക്ക് തിരിയൂലേ? ചാറ്റ് നോക്കൂല. നിങ്ങൾ നോക്കി അതിന്റെ മൂക്കേ അടിച്ച് പൊട്ടിക്കും. മനസ്സിലാടാ മയില്? ഒന്നും കൂടി. അടുത്ത ആളോ? ആരാ? സമീർ. ഓക്കെ. നല്ല ടഫ് ആയിട്ടുള്ള സാധനം. ഇങ്ങ് വന്നേ. അല്ല, ഞാൻ പറയുന്നത് തന്നെ എനിക്ക് പറഞ്ഞ. ഇല്ല, ഞാൻ ഒരു പേര് പറഞ്ഞു. അതെനിക്ക് പറഞ്ഞാൽ അല്ല, ഇത് രണ്ടേലും മേക്കുണ്ട്. അത് കുഴപ്പമില്ല. ചാറ്റ് കേട്ടോട്ടെ. അവര് കേൾക്കാൻ പറ്റില്ല. നിങ്ങൾ ചെവി കൊത്തിയേ? ചെവി കൊത്തറ. സിമ്പിൾ ആയിട്ടുള്ള തരും. സിമ്പിൾ ആയിട്ടൊന്നും പറയാൻ പറ്റില്ല. നല്ല ഹാർഡായിട്ടുള്ള കൊടുക്കടാ. ഒരിക്കലും കണ്ടുപിടിക്കരുത്. ഓക്കെ. നിൽക്കെ ഞാൻ ചാറ്റിനോട് പറഞ്ഞു കൊടുക്കട്ടെ. ചാറ്റ് നോക്കരുത് ആരും. ചാറ്റ് നോക്കരുത്. പടം ഇവിടം സ്വർഗമാണ്. ഓക്കെ, ചാറ്റ് കളഞ്ഞു. ഇനി നിനക്ക് കാണാൻ കഴിയില്ല. അല്ല, ഞാൻ കണ്ടാലും നിങ്ങൾ പറഞ്ഞല്ലോ ഞാനിത് ചെയ്യണ്ടേ. ശരിയാ, നിങ്ങൾ നോക്കാൻ പറ്റില്ല. സോറി നിങ്ങൾ നീ എവിടെ ഇരിക്കേ? നീ അവിടുന്ന് കാണിക്കേ. ഞാൻ ഇവിടുന്ന് കാണിക്കാം. കാണിക്ക് നോക്കട്ടെ. മലയാളല്ലേ? മലയാളേ ഉള്ളൂ. ഒരാൾക്കൂട്ടം. മഴ. ചാറ്റ് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്ക. ചാറ്റിൽ ടൈപ്പ് ചെയ്ത് ഇട്ട് കൊടുക്ക. ചിലർക്ക് മനസ്സിലായിട്ടില്ല പടം ഏതാന്ന്.
കാണിക്കുന്നു. പുതിയ സിനിമ പഴയ സിനിമയാ? അങ്ങനെ ചോദിക്കരുത്. ചോദ്യങ്ങളില്ല. ഇവർക്ക് ചോദിക്കാം പുതിയതോ പഴയതോ നടനെ അഭിനയിച്ച് കാണിച്ചു. അപ്പൊ ഇങ്ങനെ തലയാട്ടാലേ പറയാൻ പറ്റും. നടനെ കാണിച്ചത്. എടാ ഞാൻ പറയുന്നത് ചോദ്യങ്ങൾ വേണ്ട. ചോദ്യങ്ങൾ വേണ്ട. ഇല്ല ചോദ്യങ്ങൾ വേണ്ട. ചോദ്യങ്ങൾ വേണ്ട. ഒരു ക്ലൂ ഇല്ല, ഒരു മൈലുമില്ല. ചെയ്ത് കാണിക്കും. കാണിക്കാം. സംഭവം എന്താ? എമ്പുരാനി ഓക്കെ തൂറാമുട്ടിയാ? എന്താ നമ്മക്ക് തന്നെ നമ്മക്ക് പോലും മനസ്സിലാവുന്നില്ല അത്. നീന്താൻ പോണോ? നരസിംഹം എല്ലാം മറ്റാടാ നമ്മള് വള്ളത്തിൽ നിന്ന് എണീച്ച് വരുന്നേ. അത് നരസിംഹ. കോമളം എന്തോ വെള്ളത്തില് വായന കൊണ്ടാക്കി. ഇപ്പൊ വായന കൊണ്ടെന്തോ ആക്കി. വായന കൊണ്ടെന്തോ പറഞ്ഞില്ലേ? പറഞ്ഞു കൊടുക്കും. പിന്നെ നീ ഇങ്ങനെ കൈകൊണ്ടേ കാണിക്കാവും. നീ ഇതെങ്ങനെ ഞാൻ കൈകൊണ്ട് കാണിക്കാം? കൃഷി എന്ന് പറഞ്ഞ് വായന കൊണ്ട് പറഞ്ഞതല്ല നമുക്ക് തിരി ഇങ്ങനെ കൃഷിയായിട്ടൊന്നും ബന്ധമില്ലല്ലോ. സ്ഥലം ഏതാടാ? ലാലേട്ടന്റെ ലാലേട്ടന്റെ സ്ഥലം പൂജപ്പുര പോട്ടെ. മൊത്തം വെള്ളം. സ്ഥലത്ത് മൊത്തം എന്താ ഉള്ളത്? ഗിഫ്റ്റ് അൺബോക്സിങ് യൂട്യൂബില് വേറെ ദിവസം ഒരു ഫുൾ സ്ട്രീം ഗിഫ്റ്റ് അൺബോക്സിങ്. പിന്നെ കാണാ. ഇത് നോക്ക്. നീ എന്ത് ഫോണിൽ കളിക്കാനാണ് ഗെയിം കളിക്കാതിരിക്കണ? ഒരു നാട്ടില് മൊത്തം ഒരു ഇങ്ങനെ കൃഷി. ഓക്കെ എന്ത് ഇങ്ങനെ ചോദ്യങ്ങളൊന്നും ഇല്ല. നാട്ടില് മൊത്തം കൃഷിയുള്ള ഏതാടാ സിനിമ? എടാ ഇങ്ങനൊന്നും പറഞ്ഞു കൊടുക്കരുത് കേട്ടോ. കാര്യം പറയാലോ. എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? ഇല്ല ഒരക്ഷരം നമുക്ക് എല്ലാവർക്കും അറിയുന്ന പടം. കാണിക്കുന്നുണ്ട്. അത് പറഞ്ഞു കൊടുക്കാം. ഇങ്ങോട്ട് നോക്ക്. പലക്കടിക്കും. ചാറ്റിൽ നോക്കിയാ പേൻ. ചാറ്റിൽ നോക്കി. നമുക്ക് ഇവിടെ നോക്കിയാൽ കള്ളക്കളിയാ. ഇത് കളി ഫെയർ ആയിട്ടൊന്നും ഇവരൊന്നും കളിക്കൂല. മമ്മൂനെ ഔട്ടാക്കുവേ. മമ്മൂനെ ഔട്ടാക്കും കള്ളക്കളി ആണെങ്കിൽ. സ്വർഗമാണ്. ഭാഗങ്ങൾ നമുക്ക് ഫുള്ള് സാധനം കൊടുക്കാം. ടൈമർ വെക്കാം. എന്നാലേ നടക്കും. ടൈമർ വെക്കാം. ഇതുപോലെ കഴിഞ്ഞിട്ട് ടൈമർ വെക്കാം. ആരാ വീടില്ല. ശരിയാണല്ലേ? അതിന് മൊത്തം കൃഷിയാ. അത് പോട്ടെ. നമ്മളെന്താ അങ്ങനെയാ? നീ ക്യാമറയിൽ പോയിട്ട് സാധനം പറഞ്ഞാ ഒരിക്കലും കണ്ടുപിടിക്കാം. നമ്മള് കേൾക്കുന്നില്ല. അല്ല നമ്മള് കേൾക്കുന്നില്ല. നമ്മള് ദൂരെ വെക്കുന്ന നീ ഇങ്ങോട്ട് പാടാ. ഒരു രണ്ടിന്റെ അടി നമ്മളാല് പറയാ. പറഞ്ഞോടുത്താളാ. ഓൾറെഡി കേട്ട്. വായി ഒത്തിട്ടൊന്ന് പറഞ്ഞോടുത്തേ.
ഇല്ല മൈക്കില് കേക്കൂല മോനെ, മൈക്കിൽ ഒരിക്കലും കേക്കൂല, അങ്ങോട്ട് പറയാനേ പറ്റും. ആയോ ക്യാമറയിൽ പറ, മൈക്കിൽ പറ, അവർക്ക് മനസ്സിലായോ? ചാറ്റിന് മനസ്സിലായോ? ഇല്ല ഇവിടെ ആയിരുന്നു ലൈവ്. ആ ഓക്കെ, വക്കീലെ കാണിക്കേ. നമ്മളിവിടെ ഇരുന്നോളാം. മാറ്, വക്കീൽ ഇവിടെ കേട്ടാ, നിങ്ങൾ അങ്ങോട്ട് മാറ്, അങ്ങോട്ട് ഒതുങ്ങ്, വക്കീൽ ഇവിടെ. കാണിക്കും. തോക്ക്, IG, തോക്കുകാൽ KGF, തുർപ്പുകുലാൽ. നടനെ കാണിക്കും. മലയാള സിനിമ മാത്രമേ ഉള്ളൂ. മോഹൻലാൽ, സുരേഷ് ഗോപി, ഉണ്ണി മുകുന്ദൻ, ദുൽഖർ സൽമാൻ, ടൊവിനോ, ഫഹദ് ഫാസിൽ. അല്ല ആക്ഷൻ കാണിക്കും, ഇത് കാണിക്കും, പടം കാണിക്കും. നസ്ലൻ, ചുണ്ടോട് പറയല്ലേ, ജിംഖാനാ ഇങ്ങനെ തോക്ക്. ഇവർക്ക് ആംഗ്യം കാണിക്കാം കേട്ടോ. തോക്ക് എന്താ ആംഗ്യല്ലേ കാണിക്കുന്നുള്ളൂ, എഴുതി കാണിച്ചില്ലല്ലോ. ഇതോ നീ ഇങ്ങനെ എഴുതി കാണിച്ചു. റൂൾസ് റെഗുലേഷൻസ് ഒന്നുമില്ല. കുഞ്ഞ്, തോക്ക്, കുഞ്ഞ് വലുത്, അമ്മയോ കുറച്ചുകൂടി വലിയ വട്ടം, വട്ടത്തിലിരുന്ന് മുമ്പിക്കോ. എന്താ ഉന്തുവണ്ടി. നീ പോകുന്നത് ഇപ്പൊ. മോഹൻലാൽ, സുരേഷ് ഗോപി, മമ്മൂട്ടി, ശ്രീനിവാസൻ, ദിലീപ്, ആരാ മസിലുള്ള ആരാ? ഇവർ പറയാൻ ബാക്കി അത് മാത്രമേ ഉള്ളൂ. പൃഥ്വിരാജ്. പൃഥ്വിരാജിന്റെ മെമ്മറീസ്. തോക്ക്, അൻവർ, സുലൈമാൻ, വട്ടം രാജാവ് വരെ വന്നുണ്ടോ? പോലീസാ. ഞാൻ എടാ എന്റെ അറിയാണ്ട് എന്റെ തല അങ്ങോട്ട് പോകുന്നു ചാറ്റിലേക്ക്. നോക്കൂല. രാക്ഷസ രാജാവ്, സിംഹാസനം പോലത്തെ ഒരു പടാ. കോട്ട്, തേജഭായ്. ആദ്യം ആ കോട്ട് കാണിച്ച പോലെയല്ല. അയ്യേ ഞാൻ ഓൾമോസ്റ്റ് ഞാൻ ചാറ്റിലേക്ക് നോക്കി, എന്റെ തല അറിയാണ്ട് ചാറ്റിലേക്ക് പോകുന്നുട്ടോ. പക്ഷെ ഞാൻ നോക്കിട്ട് പറഞ്ഞതല്ല, സത്യം ഞാൻ നോക്കിട്ട് പക്ക ഗെയിം ആയിരുന്നു. നിങ്ങൾ തല്ലിയോ? ഇതെന്താണ്? ഇതെന്താ സംഭവം? എന്റെ കയ്യിൽ ഗ്ലാസ് ഞാൻ കണ്ടില്ല. ചാറ്റ് പറ ഞാൻ കണ്ടില്ല. റാംബോ അടിച്ചോനാ? അത് വിട്. വാ അടുത്തത്. എനിക്ക് കൂടുന്നുണ്ട്. ഞാൻ എടുത്ത് ഞാൻ പുറത്തോട്. ചാറ്റ് പറ. അത് വിട്. ഇതാ ഞാൻ അടുത്ത ഗെയിം ടൈമർ വേണം. അല്ല രണ്ടാക്കും ഒരു പ്രാവശ്യം ടൈമർ ഇല്ലാണ്ടായില്ലേ? ഇനി മുതൽ ടൈമർ. ടൈമർ എങ്ങനെയാ? അടുത്ത ജാസി ഇവിടെ കുഞ്ഞില് സിനിമ പേര് പറഞ്ഞു. ബാബാ എത്ര ടൈമർ എത്ര വെക്കാം? 5 3 5 മിനിറ്റ് വേണം? 3 മിനിറ്റ് വേണം? 3 നന്ന കുറവാ. അഞ്ച് മിനിറ്റ് മതിയില്ലേ? ഇതെങ്ങനെ ഈ വിൻഡോ സെലക്ട് ചെയ്യുന്ന? കണ്ണാടിപ്പുഴയില്
ആ 5 ഓക്കെ. അതിലെ പെട്ടെന്ന് മനസ്സിലാക്കി തരാം നമുക്ക്. ടൈമറെല്ലാം വെക്കലും എല്ലാം പാടാണ്. ആ പടം പറഞ്ഞു വെച്ചോ അപ്പോഴേക്ക്. പറഞ്ഞിട്ടേക്കാ 5 മിനിറ്റ് അല്ല 3 മിനിറ്റാ? 5 ചാറ്റ് എത്ര പറയുന്നു നോട്ടെ? 5 മതിയുടെ 5-നുള്ളിൽ കുറച്ച് സമയം വേണം. സമയം പറ്റില്ല 5 എനിക്ക് ചാറ്റൊക്കെ 5 മിനിറ്റിൽ വേഗം പോകും. 5 ആ ഓക്കെ 5 മിനിറ്റ് വെക്കാം. റാമ്പോ കിക്ക് റാമ്പോ അവനെ കിക്ക് ചെയ്യേണ്ടതില്ല. ഓക്കെ റെഡി വാ. ഇല്ലല്ലോ നിക്ക് ആയിട്ടില്ലല്ലോ. ആയില്ല വാ. സെറ്റാക്കണ്ടേ? നിങ്ങളുടെ ആരെ നിങ്ങളല്ലേ പറയണ്ടേ? റീഫ്രഷ് ഒക്കെ 1 സെക്കൻഡ് പോയി 1 സെക്കൻഡ് പോയി 1 സെക്കൻഡ് പോയാൽ കുഴപ്പമില്ല. എന്താ ഇവരല്ല OCD ആണോ നീ? എന്നെ പോലെ തന്നെ അല്ലേ? ആ നമ്മളെ കാണിച്ചു കൊടുക്കണം. അതാ ആരെ എനിക്കും കാണിച്ചു അങ്ങനത്തെ കൊടുക്കണം? നമ്മളെ പ്രശ്നങ്ങളുണ്ട്. 5 മിനിറ്റ് ഓക്കെ 5 മിനിറ്റ് മമ്മു കാണിച്ചു കൊടുക്കണ്ട, മമ്മു ആണ്. ആരാർക്കാ പറഞ്ഞു കൊടുക്കേണ്ടത്? നമ്മള് ആദിൽ പറഞ്ഞോ അല്ല. അപ്പൊ നിങ്ങൾ 3 ആൾ അങ്ങ് ദൂരെ പോയ നമ്മ അങ്ങനെ നിങ്ങൾ എന്താക്കുന്നത്? നമ്മളങ്ങോട്ട് പോണ്ട. എടാ നിങ്ങൾ ഇങ്ങോട്ട് വാ. നമ്മള് സിനിമ ആദിലിങ് വാ. മമ്മും ജാസിയും സമീറും നിങ്ങൾ 3 ആളാണ്. ദൂരെ പോണ്ട. എത്രയും ദൂരം പോയിക്കോ. സംസാരിക്കല്ലേ. മൈക്ക് ഉണ്ട് നിന്റെ കയ്യില്. മൈക്ക് ഉണ്ട് നിന്റെ കയ്യില്. ഓക്കെ അവര് ദൂരെ പോയി. ബാവാ ചാറ്റ് ഏത് വേണോ പറയണ്ടേ? ചാറ്റിനോട് സജഷൻ എടുക്കാം. കുറച്ച് ഒരു ഹാർഡായിട്ടുള്ള ഒരു പടം പറഞ്ഞേ. ചാറ്റ് പറ. കിക്ക് റാമ്പോ അതാ എൽ റാമ്പോ. നമുക്ക് വിശ്വസിക്കാം. നമ്മുടെ ടീമല്ലേ. നീ ചെയ്യുന്ന ഉണ്ടത്തരത്തിന് തന്നെ എനിക്ക് എല്ലാം കിക്കും കിട്ടുന്നു. മനസ്സിലാ? നീ എന്തിനാ അവനെ അടിക്കേണ്ട കാര്യം എന്തുണ്ടെനിക്ക്? അത് ആ വിട്ട് വാ. ഇത് പറ. ഇതിനാണ് എല്ലാവരും കൂടി അടിക്കുന്നത്. റൂട്ടർ മെയിൻ്റനൻസ് 1 മണി. അയ്യോ സമയം 2 മിനിറ്റേ ഉള്ളൂ. അയ്യോ അത് കുഴപ്പമില്ല. കറക്റ്റ് 1 മണിക്കൊന്നും തുടങ്ങൂല. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഒരു 10 മിനിറ്റ് അതിന്റെ ഇപ്പൊ 1:01 നിക്ക്. ആ പോടാ അപ്പുറത്ത്. ഒരു പടം പറ. ദൂരെ പോ. ഒരു പോയാ? ആ പറ ചാറ്റ് ഒരു പടം പെട്ടെന്ന് പറ. ലവകുശ ആകാശദൂതെല്ലാം പെട്ടെന്ന് കാണിക്കാം. ഞാൻ ഇവിടുന്ന് കാണിക്കും. പിന്നെ നിങ്ങൾക്കിപ്പോ പറഞ്ഞുതരാം. ഇവനെ കൊണ്ട് എന്തായാലും ചെയ്യാൻ ഇവിടെ ഞാൻ പറഞ്ഞു തരുന്നത് സ്വർഗം മനസ്സിലായി. കൂടുതലും അവര് ടഫ് സാധനം കൊടുക്കാം. നമ്മൾ മനസ്സിലാക്കി കൊടുക്കണേ. നമ്മുടെ ടീമിൽ ഓക്കെ പറയാൻ പോലും അറിയില്ല. ആയില്ലേ? ഇല്ല ആയില്ല. നമ്മള് പറയലോട് കൂടിയിട്ട് അത് തെങ്കാശി പട്ടണം ഇങ്ങനത്തെ ചിന്തകളേ ഉള്ളൂ. ടൈമർ ആക്കട്ടെ. അങ്ങനെ എന്നോട് ചോദിക്കരുത്. അറിയാത്തോണ്ടല്ലേ നടനോ ആരോ നോക്കി അങ്ങോട്ട് തരുന്നേ. ഒരു കസര കൊടുത്തേ. നീ എവിടെ മൂട് കാണിക്കേണ്ടിട്ട് ഇങ്ങോട്ട് അതിലെടുക്ക്. കാണിക്ക്. ഇതാക്കട്ടെ. ടൈമർ നോക്കട്ടെ. നമ്മള് നടന്റെ പേര് പറഞ്ഞു. അതിനെന്തേ തെറ്റുണ്ടല്ലേ? സുരേഷ് ഗോപി അല്ലേ? സുരേഷ് ഗോപിയാ നട. പുല്ലേ 4 മാസം പറ്റി. അതാണ് ഗരുഡൻ. പഴയ പടം അല്ല പഴയ പടമാണെങ്കിൽ 4 മിനിറ്റ് ഉള്ള വീടോ വായി തുറക്കരുത്. ബംഗ്ലാവ് വീട്. ഇൻസ്പെക്ടർ ബൽറാം അല്ല. ഓൻ പോലീസ് ആയിട്ടുള്ള സിനിമയാണോ? ആര് അതിന് നടനാരാന്ന് പറഞ്ഞില്ലല്ലോ. സുരേഷ് ഗോപി ഒന്നല്ല.
സുരേഷ് ഗോപിയാ നീ ആ പടം കണ്ടിട്ടില്ലേ അപ്പൊ പൊട്ട സുരേഷ് ഗോപി തന്നെ ഓക്കെ നമ്മളെ കൺവേർട്ട് ആക്കുന്ന പേര് എന്ത് കൺവേർട്ട് ആക്കുന്നത് സമയം കളയരുത്, വായു കൂട്ടുക, നിങ്ങൾ സംസാരിക്കരുത്. എടാ ഓനെ ശ്രദ്ധിക്കണം എന്താ മോനെ 4 അക്ഷരമുണ്ട്, ചൂണ്ട് വരെ 4 ആൾക്കാരുണ്ട് അവര്. ഇത് ഓൻ പോലീസായിട്ടുള്ള സിനിമയാണോ? അല്ല അല്ല അല്ല, എനിക്കറിയില്ല. ഈ പടം കണ്ടിട്ടില്ല മോനെ. എടി ഇവനെ അറിയുന്ന ഒരു സിനിമ കാണിച്ചു കൊടുക്കണ്ടേടാ. അതെന്തൊരു അങ്ങനല്ലോ എനിക്കറിയാം. ഒരു ഇതും അറിയാത്തൊരു സിനിമ അങ്ങനല്ല പേര് ഇനി മാത്രം. പറഞ്ഞു കൊടുക്കലും നടക്കൂല. കാണിച്ചോളൂ പെട്ടെന്ന് കാണിക്കേ, കുറച്ചൊന്ന് ആക്റ്റീവ് ആവും, അപ്പൊ എന്തെങ്കിലും കിട്ടും. കള്ളക്കളിയാട്ടോ. എന്തെങ്കിലും ഒരു സിംറ്റംസ് ഇല്ലില്ല ഒന്നും പറയരുത്, ഒന്നും പറയരുത്, ഒന്നും പറയരുത്. നീ പറ നമ്മ തോറ്റ സമ്മതിച്ചോ, 3 മിനിറ്റേ ഉള്ളത്. ഗോളം തീ ഫുട്ബോള് എന്താ കൂണ് മണിച്ചിത്രത്താഴ് വീടാ കൊട്ടാര വീട്, കൊട്ടാരം, ബംഗ്ലാവ്, ഹൗസ്. എന്താണാ പറയുന്നത്? എടാ എന്തെങ്കിലും വീട് പോലത്തെ എന്തെങ്കിലും പള്ളിയാ മതം എന്താണ് അമ്പല അങ്ങോട്ട് നോക്കണുണ്ട്. ഇല്ല ഇല്ല ഇല്ല, എടാ പഴയ പടമെന്നല്ലേ നീ പറഞ്ഞത് അല്ലേ? നീ കുറച്ച് പഴയ പട സിനിമ പേര് സുരേഷ് ഗോപിന്റെ പഴയ പടം എന്ന് പറയുമ്പോ നായിക ഇവന്ന് ഇവനെ അറിയില്ലടാ. നീ പറയുന്നു ആ ഇത് എന്തെല്ലോ നിന്നെ ഫേക്ക് ഇതാണ് കൊടുത്തത്. ഇത് കള്ളക്കളിയാണോ? ഇത് കള്ളക്കളിയാ. ആ സിനിമയെ കുറിച്ച് അറിയണം, രണ്ടാളെങ്കിൽ അറിയണോടാ. ആ എല്ലാരും കണ്ടോളാം, എല്ലാരും കണ്ടോളാം. കണ്ടുപിടിക്കണം, പിന്നെ അറിയാന്നുള്ള എളുപ്പമാണ്. ചിന്താമണി കൊലക്കേസ്. ഉണ്ടല്ലേ? രണ്ടിലും ഒന്നാ 2 ഡബിൾ റോൾ. ഡബിൾ റോള്, Double roll. സുരേഷ് ഗോപി. ആ? ആണോ? അതൊന്നറിയില്ല ആ. സുരേഷ് ഗോപി. ആ ഓക്കെ എന്തോ പറയാനുണ്ട്. ഒന്നും പറയാൻ പറ്റില്ല. ഇങ്ങനെ വെച്ചാൽ ലെറ്റേഴ്സ് ആണ് ഫിലിമത്തെ ലെറ്റേഴ്സ് ഉണ്ട് ആ, ഓക്കെ ഓക്കെ. എങ്ങനെ ആ മനസ്സിലായി മനസ്സിലായി. ആ. 4 ആ അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. ടൈം എനിക്ക് എല്ലാവർക്കും പറയാൻ പറ്റും. അങ്ങനെ ടൈഗർ. 2 മിനിറ്റേ ഉള്ളേ. എടാ എയാ ബി ബി അങ്ങനെയൊന്നും പറഞ്ഞു. ഇവരെന്താണ് ഈ കുഞ്ഞിച്ചക്കൻ കാണിക്കുന്നത് നമുക്കെല്ലാം മനസ്സിലാവുന്നില്ല. ഇത് ലെറ്റേഴ്സാ ഫസ്റ്റ് പറഞ്ഞാണ് ഏയ് വായ ഓർക്കരുത് ഇനി. ഇനി വായ ഓർന്നാ പൊട്ടിയാ നിങ്ങൾ തോറ്റ്. ഞാൻ സിനിമ പേര് വരുന്ന രീതിയിൽ തന്നെ ഒരു ആംഗ്യം കാണിക്കും. ഇത് ഇവർ ഭയങ്കര നമ്മളെ ഇതായി കളഞ്ഞു. ചെക്കൻ ഇല്ല നിങ്ങൾ തോറ്റ്, നിങ്ങൾ തോൽക്കാനായി. 1 മിനിറ്റേ ഉള്ളു, നിങ്ങൾ തോറ്റ്. എമീറെ കള്ളക്കളി കാണിക്കല്ലേ, നീ ചുമ്മാ ഓരോന്ന് പറഞ്ഞ് അങ്ങോട്ട് നീ എന്തിനാ? നോക്കിയേ. ഞാൻ നോക്കിയില്ല. ആ ഇല്ല ഉമ്മ അങ്ങോട്ട് സത്യം ഞാൻ നോക്കിയിട്ട് കാര്യമില്ല. നോക്കിയില്ല. ചാറ്റില് ഫുള്ള് സോറി നോക്കിക്കൊണ്ടിരിക്കുന്നു. എടാ അത് ഇല്ല ചാറ്റ് മൊത്തം സോറി എന്ന് പറഞ്ഞു. റാംബോ ഷമീറിനോട് സോറി പറയാനാ പറയുന്നത്. ഇടയിലുണ്ട് മമ്മു നോക്കണം. ഇതൊക്കെ വെറുതെയാണ്. ഞാൻ എന്റെ മുഖത്തേക്ക് നോക്കുന്നു. നമ്മള് വിട്ടു, കാരണം ചെക്കൻ അറിയാത്ത ഒരു സിനിമ കൊടുത്തിട്ട് നിങ്ങൾ ഓൾറെഡി നമ്മളെ fake ചെയ്തു. വെയിറ്റ് ചെയ്ത് കഴിയട്ടെ, വെയിറ്റ്. നിങ്ങൾ ഓൾറെഡി നമ്മളെ ഇതാക്കിയടാ. അതില് പിന്നെ കാര്യമില്ല, അവസാന ഇനി സമയം ഇത് കാര്യമില്ല. പറയാനാണെങ്കിൽ നീ നോക്കി വെച്ചിട്ട് ഇത് സമ്മതിക്കൂല. നീ കൊറേ തവണ നോക്കി. ഞാൻ ഉമ്മ സത്യം ഞാൻ ഇതിലൊരു സിനിമ പേര് ഞാൻ കണ്ടിട്ടില്ല. ആ, അവൻ കണ്ടില്ല. ഞാൻ കണ്ടിട്ടില്ല. പെട്ടെന്ന് 1 മിനിറ്റേ ഉള്ളതിന്. ഇവൻ ഇവനെ അറിയില്ലടാ. ഇതെന്തോ ഒരു പാവം കുട്ടി എന്തോ ചെയ്യുന്ന പോലെയുള്ളത്. ഇവനെ അറിയില്ല, ഇവൻ ആ സിനിമ കണ്ടിട്ടില്ല, ഇവനത് അറിയില്ല. സിനിമയുടെ പേര് കേട്ടിന് പക്ഷെ സിനിമ ഏതൊക്കെ അറിയില്ല. ആ അതൊന്നും നമുക്ക് അറിയേണ്ട കാര്യമില്ല. നിങ്ങൾ തോറ്റങ്ങ് തോൽവി സമ്മതിക്കണം. ഫസ്റ്റ് മുതൽ കൊണ്ട് വീടാതെ ഇനി മുതൽ അടുത്ത ദിവസം മുതൽ ഏത് ഗെയിം കളിക്കുമ്പോ ഈ സെയിം ടീമാണ്. തോറ്റാ നിങ്ങൾക്ക് ഇതാണ്. ഇല്ല ക്ലൂ ഒന്നും കൊടുക്കാൻ. വീടാടാ അപ്പൊ കോട്ടി നമ്മൾ താമസിക്കുന്ന സ്ഥലം ഓഫീസാ പീഠം ഇതെന്താ ഇവൻ ഉദ്ദേശിക്കുന്നത് ശരിക്കും? ഇവൻ ഇങ്ങനെ ആക്കും അനക്കും പള്ളിയാ. എടാ ഇവന് ഒന്നാമത് ബുദ്ധിയില്ലടാ. അറിയുന്ന ഒരു സിനിമയുടെ പേര് ഞാൻ പറഞ്ഞു. വിളിച്ചെടുത്തേ. അറിയുന്ന ഒരു ഫിലിമിന്റെ പേര് ഞാൻ ആ അറിയുന്നതാണെങ്കിൽ ഇതെന്തോ അറിയാത്ത ഇതെന്തൊരു അവസ്ഥയാണ്. അതെ ആ ഇതെന്തായാലും കഴിയും. 10 സെക്കൻഡ് പെട്ടെന്ന്. ഇല്ല വിട്ടു. 7 6 വിട്ടു. 5 4 3 2 നമ്മള് വിട്ടു. 1 ടൈം പറഞ്ഞ ടൈം കഴിഞ്ഞു. ടൈം പറഞ്ഞത്. അതിന്റെ പട്ടണം തെങ്ങ തേങ്ങ തെങ്കാശി പട്ടണം. 2 ലെറ്റർ ഉള്ളൂ തെങ്കാശി പട്ടണം. ടൈം കഴിഞ്ഞിട്ടല്ലേ പറയുന്ന? 2 ലെറ്റർ ഉള്ളൂ. ഇത് തേങ്ങ പള്ളിയെ കൊണ്ട് കൊടുക്കണോ? അലാറല്ല അടിക്കുന്നത്. അവിടെ തിരിട്ടില്ല പട്ടണം കൊറേ വീട് ടൈം കഴിഞ്ഞിട്ടല്ലേ പറയുന്ന? നമ്മള് പറഞ്ഞു അല്ല 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 അല്ല. എടാ 0 കഴിഞ്ഞ് ഇവിടെ നമ്മൾ റാംബോ ചാറ്റ് പറയട്ടെ. എന്തോ നിനക്ക് നിങ്ങൾക്ക് ഇത്രയും പട്ടണം കൊറേ വീട് റാംബോടെ
അതേതാ പറഞ്ഞു ഉനൈസ പട്ടി തള്ളയോളി വീട്ടിൽ ആ സേ സോറി പറയുന്ന റാംബോ ഷമീർ അടിച്ചതിന് സോറി പറയാൻ പറയുന്നുണ്ട്. സോറി ഒന്നും പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ചാറ്റ് അങ്ങനെ പറയുന്നത്. അത് കഴിഞ്ഞു. ഓക്കെ നീ പറയേണ്ട കാര്യമില്ല എന്നിട്ടല്ല, ചാറ്റ് എല്ലാവരും സേ സോറി പറയുന്നത്. റാംബോ ഞാൻ പറഞ്ഞില്ല. എപ്പൊ പറഞ്ഞു? ആരും കേട്ടില്ലല്ലോ. ഉമ്മ കൊടുത്തില്ലേ? ഉമ്മ കൊടുക്കലല്ലോ, സോറി പറയല്ല. സോറി. ഓക്കെ. ഫൗളാ കണ്ട ടൈം ഓവർ ഫൗള് കണ്ട ടൈം ഓവർ. വീഡിയോ വേണേ പ്ലേ ചെയ്യാം. അല്ല വീഡിയോ ഇത് റൂട്ടറിലെ വീഡിയോ ബാക്ക് അടിക്കാൻ പറ്റില്ല. അതിൽ ചീറ്റിംഗ് ഫൗള് എന്തോ പരിപാടി ഒപ്പിച്ചോട്ടോ. അല്ല ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, നീ ഇങ്ങനെ ആക്കുമ്പോ എന്താ ഉദ്ദേശിച്ചത്? പട്ടണം കൊറേ വീട് പട്ടണം ഇങ്ങനെ പട്ടണം കാണിക്കല് തെങ്ങിലങ്ങനെ പട്ടണാവുക. തെങ്കാശി പട്ടണത്തിൽ തെങ്ങോയിട്ട് വന്നുണ്ടാവും. ഇപ്പൊ ടൈം ആയില്ലേ നിങ്ങൾക്ക് വേണ്ടേ? നാളെ ടൈം ആയടാ, ഇത് മെയിൻ്റെനൻസിന്റെ ടൈമാ. റൂട്ടർ നമുക്ക് ഇതാക്കാൻ പറ്റില്ല, സ്ട്രീം ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മള് ജയിച്ചു. നിങ്ങൾ ഫൗള്, നമ്മളാ ജയിച്ചത്. അടുത്ത സ്ട്രീമിൽ ഇനി അടുത്ത ഏത് ഗെയിം കളിക്കുന്നുണ്ടെങ്കിലും സെയിം ടീമാണ്. ഈ തോൽവി നടക്കേണ്ടത് നിങ്ങൾ എപ്പോ ഓർത്തിരിക്കണം. നിങ്ങൾ തോറ്റ് ചാറ്റ് പറഞ്ഞ ഫൗള് ആദിൽ ഫൗള് ആദിൽ പറഞ്ഞു കൊടുത്ത്. അതിലല്ല നിങ്ങളാണ് ഫൗള് കാണിച്ചത്. ഉമ്മ ആദിൽ ഉമ്മ സത്യമായിട്ട് ഫൗൾ ഇട്ടില്ല. ഉമ്മ സത്യമായിട്ട് ഞാൻ വിശ്വസിക്കാം. പറഞ്ഞു ഉമ്മ സത്യയിടാൻ പറഞ്ഞപ്പോ കണ്ടില്ലേ, ഓന്റെ കള്ളക്കളി പിടിച്ചില്ലേ ചീറ്റിങ്. അയ്യേ സമയം 1 മിനിറ്റ് 1 മണി കഴിഞ്ഞിട്ട് 10 മിനിറ്റ് ആയി. ഐ എം ഗോയിങ്. ഗുഡ് നൈറ്റ് ഗൈസ്. പോയിട്ട് ഉറങ്ങിക്കോ. നാളെ ലൈവ് ഉണ്ടാവില്ല കേട്ടോ. മിക്കവാറും മറ്റന്നാൾ ചിലപ്പോ ഉണ്ടാവും. മറ്റന്നാളെ മിക്കവാറും ഉണ്ടാവില്ല, ചിലപ്പോ ഉണ്ടാവുണ്ടെങ്കിൽ ഞാൻ പറയാം. നാളെ പിരിഞ്ഞിരിക്കണം. നീ കൊറേ അഭിനയിക്കല്ല, കൊറേ നമ്മളിവരെ പിരിഞ്ഞിരിക്കണം. ഇവൻ സെന്റിമെന്റ് സ്റ്റാർ ആണല്ലേ? ജാസി ശരിയായ സെന്റിമെന്റ് സ്റ്റാർ ആണ്. തൊപ്പി ടീം പിന്നെ എല്ലാം നമ്മള് യൂട്യൂബ് സ്ട്രീം അടുത്ത നമ്മൾ നോക്കട്ടെ. 1 മിനിറ്റ്. ഞാൻ ലാസ്റ്റ് യൂട്യൂബ് സ്ട്രീം ചെയ്തപ്പാ 3 ദിവസമല്ലായിട്ടുള്ളൂ. കറക്റ്റ് എത്ര ദിവസമായി ശരിക്കും? 3 തൊപ്പി ലൈവ് ചാനൽ തുറക്കുമ്പോ തന്നെ ഈ സാധനം വരും. എന്തെങ്കിലും മാറ്റാൻ പറഞ്ഞേ. ആ ചാനൽ മാനേജ് ചെയ്യുന്നവർ ആ മാനേജ്മെന്റിനെ വിളിച്ചിട്ട് പറഞ്ഞു ഈ പഴയ വീഡിയോയിൽ എടുത്ത് മാറ്റാൻ. ലോട്ടകള് യൂട്യൂബ് 2 days ago ഞാൻ 2 days ago സ്ട്രീം ചെയ്ത. നമ്മൾ കുറച്ചേരം ചെയ്തിട്ട് റൂട്ടിലേക്ക് കയറിയില്ലേ? അത് കൂട്ടൂല. പ്രോപ്പർ സ്ട്രീം ചെയ്ത 3 ദിവസം മുമ്പ് 3 days ago. അപ്പൊ ഇനി ഒരു 3 ദിവസം കൂടി നാളെ മറ്റന്നാളാ മറ്റന്നാളാ ഓക്കെ മറ്റന്നാളായിരിക്കും സ്ട്രീം. മറ്റന്നാളുടെ പിറ്റേന്നായിരിക്കും യൂട്യൂബ് സ്ട്രീം മിക്കവാറും. ഓക്കെ വീക്കിലി 1 സ്ട്രീം ഓൺ യൂട്യൂബ്. റൂട്ടറിൽ ഡെയിലി വരണം എന്നല്ലായിരുന്നു എൻ്റെ ആഗ്രഹം. പിന്നെ മെയിൻ്റനൻസാ ചെയ്യാൻ പറ്റില്ല. ഓക്കെ അപ്പൊ ശരി ഗൈസ്, ഗുഡ് നൈറ്റ്. ഡിസ്മിസ് റാംബോ എന്ന് പറയുന്നതാ. ഡെയിലി സ്ട്രീം എന്ന് പറഞ്ഞിട്ട് നാളെ ഇല്ല മറ്റന്നാൾ ഡൗട്ട്. അതന്നെ എടാ മെയിൻ്റനൻസാ ബ്രോ. എന്നോട് പറഞ്ഞു റൂട്ടറിന്റെ മാനേജ്മെന്റ് വിളിച്ച് പറഞ്ഞോണ്ടല്ലേ, ഇല്ലെങ്കിൽ ഞാൻ നാളെയും ചെയ്യൂലേ. പിന്നെ എനക്ക് തിരക്കുള്ള ദിവസമൊന്നും പറ്റൂല കേട്ടോ. അങ്ങനെ ഡെയിലി എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഡെയിലി അങ്ങനെയല്ല കേട്ടോ. ഇടയ്ക്ക് ഓരോ ദിവസം 2 ദിവസമല്ലേ ഞാൻ ലീവ് എടുക്കും. കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ പണിയുണ്ട്, പരിപാടിയുണ്ട്. ഓക്കെ അപ്പം അതിന് കണക്കായിട്ട് മമ്മു ഇപ്പം അപ്ഡേറ്റ് കൊടുക്കണം. നീ ലൈവ് ചെയ്യുന്നോ അല്ല റീൽസ് ചെയ്യുന്നോ, നീ എന്തെങ്കിലും ഒന്ന് എന്തായാലും ചെയ്യണം. ആൾക്കാർ എപ്പം വന്നിട്ട് ചോദിക്കുന്നുണ്ട്. നീ എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കുക. എപ്പോൾ ചെയ്യും? നിനക്കെന്ത് ലൈവ് ചെയ്തെന്താ പ്രശ്നം? കാണാൻ ആഗ്രഹമുണ്ടല്ലോ ചോദിക്കുന്നത്. എപ്പോ ചെയ്യും? എന്തോ ഒരാഴ്ച? നിനക്ക് എന്താ ഇത്ര ബുദ്ധിമുട്ടെന്താ? എന്താ പ്രശ്നം എന്താ നിന്റെ? എന്നാ റീൽസാ ഷൂട്ട് ചെയ്ത് വെച്ച റീൽസിൽ അത് നാളെ ഇടോ? എഡിറ്ററിന്റെ കാര്യം എന്തായി മോനെ?
ഇങ്ങനെ എല്ലാണ്ടും മടിയന്മാരാണ് ഇവിടെ മൊത്തം ഒരു കൂട്ടം മടിയന്മാരാണ് ഇവിടെ മൊത്തം എടാ അപ്പൊ ഓക്കെ ബൈ ഗുഡ് നൈറ്റ് ഗൈസ് സമയം ലേറ്റ് ആയി ബൈ.